എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മലയാള സിനിമ ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്തോറും കൂടുതൽ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. തിയേറ്ററിൽ വരുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളിലും വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഒരു സാമ്പത്തിക വിജയം നേടുന്നുള്ളൂ. അതാണ് നിർമ്മാതാക്കൾ ഓരോ മാസവും വിടുന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചില നടന്മാർ അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ ഒരു ഒരു OTT മോഡൽ രീതിയിലുള്ള നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മലയാളത്തിൽ അങ്ങനെ വരുമോ? എന്താണ് മലയാള സിനിമയുടെ ഭാവി? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞു പോവാം. അപ്പം മലയാള സിനിമയിൽ OTT മോഡൽ നിർമ്മാണ രീതി വരുമോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത്. അതായത് താരങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യങ്ങൾ ഇല്ല. പിന്നെ തിയേറ്ററുകളിൽ ഒരു പ്രതിസന്ധി തുടരുന്നു. അപ്പോൾ ഈ വർഷം ചിത്രീകരണം ആരംഭിച്ച 10ലേറെ ചിത്രങ്ങളാണ് ഇപ്പോൾ പാതി വഴിയിൽ വെച്ചിട്ട് മുടങ്ങി കിടക്കുന്നത്. അതുകൂടാതെ ഈ വർഷത്തിൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന് കരുതിയ പല ചിത്രങ്ങളും ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രതിസന്ധിയുടെ ഒരു നിലയില്ലാ കയത്തിലാണ് നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 തിയേറ്ററിലെത്തിയ സിനിമകളുടെ എണ്ണം 70 കടന്നു. പക്ഷെ സാമ്പത്തികമായി വിജയത്തിലെത്തിയത് ചിലത് ഒറ്റയക്കത്തിൽ വിരലിലുണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഒരു സാമ്പത്തികമായിട്ട് നല്ല വിജയം നേടിയ ചിത്രങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളതാണ്. ഇതിൻ്റെ എല്ലാം എന്താണ് ഇതിന് കാരണം? അതായത് നിർമ്മാതാക്കൾ പറയുന്നത് എന്താ വെച്ചാൽ ബഡ്ജറ്റ് കുത്തനെ ഉയർന്നത് അതൊരു പ്രധാനമായ ഒരു പ്രോബ്ലമാണ്. അതുകൂടാതെ വരുമാന സ്രോതസ് അടഞ്ഞു. അപ്പോൾ ബഡ്ജറ്റ് ഇവിടെ കൂടുകയും ഇവിടെ വരുമാന സ്രോതസ് അടയുകയും ചെയ്യുമ്പോൾ എന്താവും? അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യവസായ പ്രതിസന്ധിയില്ല. അതുകൂടാതെ താരങ്ങൾ അടക്കം അഭിനേതാക്കൾ അടക്കം പ്രതിഫലം കുറയ്ക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ അതും ഒരു പ്രശ്നങ്ങളാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൊറോണയ്ക്ക് മുമ്പ് OTT പ്ലാറ്റ്ഫോമുകൾ ഒരു കാലത്ത് വലിയ തുക കൊടുത്ത് സിനിമകളുടെ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അവർ വരുമാനം പങ്കിടുന്ന രീതിയിലേക്ക് മാറി. ഇത് നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. മുമ്പ് നല്ല രീതിയിലെല്ലാം OTT ചിത്രങ്ങൾ വിറ്റുപോയിരുന്നു. പക്ഷെ ഇപ്പം അവരും വിലപേശൽ നടത്തുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ, അതായത് ഏകദേശം 170-200 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ എമ്പുരാന് ഈ OTT നിന്ന് ലഭിച്ചത് 30 കോടി രൂപയിൽ താഴെയാണ്. അപ്പൊ മറ്റുള്ള സിനിമകളിലേക്ക് എത്രയായിരിക്കും? അത് എമ്പുരാൻ എന്ന് പറയും ഇത്ര ഹൈപ്പിൽ വന്നിട്ട് പോലും ഇത്ര കിട്ടിയിട്ടുള്ളൂ. അപ്പൊ മറ്റുള്ള സിനിമകളിലേക്ക് എന്തായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ OTT മോഡൽ വരുമാന രീതി, അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ വരുന്ന സംഗതി എന്താ വെച്ചാൽ പ്രധാന താരങ്ങൾ അവർ പ്രതിഫലം വാങ്ങില്ല. പകരം എന്താണ് അവർ കമ്മീഷൻ ബേസാണ്. അതായത് തിയേറ്റർ, OTT വരുമാനം എന്നിവ ഷെയർ ചെയ്യും. ഈ രീതിയിൽ അടുത്ത് തന്നെ 3-4 മലയാള ചിത്രങ്ങൾ വരാൻ പോകുന്നു എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രമുഖരായ പല അഭിനേതാക്കളും ഇതിനോടൊരു വിമുഖതയാണ് കാണിക്കുന്നത്. അതിന് കാരണമുണ്ട്. അതായത് വരുമാനം അല്ലെങ്കിൽ ലാഭം ഉറപ്പില്ലാത്തതിനാൽ പ്രമുഖരൊന്നും ഈ രീതിയിലോട് താല്പര്യം അങ്ങനെ കാണിക്കുന്നില്ല. അതുകൂടാതെ തിയേറ്ററിൽ എത്തി സിനിമ കാണുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അതുകൊണ്ട് ബിസിനസ് എന്ന രീതിയിൽ ഒരു സിനിമാ വ്യവസായം സമീപിക്കുന്നത് വളരെയധികം റിസ്ക് ആണ്. ഒരു സിനിമാ തിയേറ്ററിൽ ഒരു 4 പേരുള്ള ഒരു ഫാമിലി പോയി ചിത്രം കാണാനായിട്ട് ഏകദേശം 1000 രൂപയോളം നമുക്ക് ഒരു ചുരുങ്ങിയത് ചിലവാകും. അതായത് ഏകദേശം 150 രൂപ ഒരു ആവറേജിൽ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചിപ്സ് പോപ്കോണൊക്കെ മേടിക്കുമ്പോൾ 1000 രൂപയോളം നമുക്ക് ചിലവ് വരും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. നിർമ്മാതാക്കൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ശേഷം സിനിമയിൽ ചിലവുകൾ, അതായത് ബഡ്ജറ്റ് അതിവേഗം ഉയർന്നു പോയി. അതുകൂടാതെ OTTയിലും നിർമ്മാതാക്കൾ നല്ല രീതിയിൽ ഇൻകം കിട്ടി. അപ്പൊ അത് ബേസ് വെച്ചിട്ട് എന്താക്കി അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ആ സമയത്ത് പ്രതിഫലം വർദ്ധിപ്പിച്ച്, അത് സ്വാഭാവികമാണല്ലോ. പക്ഷെ OTTക്കാർ ഇപ്പൊ എന്ത് ചെയ്തു? അവർ നോക്കിയും കണ്ടും മാത്രം സിനിമ എടുക്കുന്നുള്ളൂ. വില പേശിയിട്ട് അവര് താഴ്ത്തി കൊണ്ടുവന്നു. പക്ഷെ മറുവശത്തോ അപ്പൊ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും അവർ വില കുറയ്ക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അപ്പൊ ഇതാണ്
മെയിനായിട്ടൊരു പ്രതിസന്ധി കാരണമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. പുതിയതായി നിർമ്മാതാക്കളുടെ കുപ്പായം അണിയുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ എല്ലാം ആശങ്കപ്പെടുന്നത്. അതുകൂടാതെ ഓരോ മാസവും സിനിമകളുടെ വരവ് ചെലവുകൾ, വരുമാനം, ലാഭം നേടിയ ചിത്രങ്ങളെല്ലാം നിർമ്മാതാക്കളുടെ സംഘടന പുറത്തു വിടുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ അവരിൽ ഭിന്നതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിൽ നഷ്ടം പെരുപ്പിച്ച് കാണിക്കുന്നത് പുതിയ നിർമ്മാതാക്കളെ ഈ മേഖലയിലേക്ക് വരുന്നതിനെ ബാധിക്കുമെന്നാണ് ഒരു പക്ഷത്തിന്റെ വിമർശനം. അതുകൊണ്ട് പല നിക്ഷേപകരും ഇതിലേക്ക് വരാതെ മാറി നിൽക്കുന്നു. ഉള്ളവര് നഷ്ടം കുറച്ചാകുമ്പോൾ അവര് കളം വിട്ടുമാറുന്നു. നേരത്തെ ആണെങ്കിൽ ഏകദേശം വിദേശത്തുള്ള ആളുകളൊക്കെ ഒരു സിനിമയുടെ നിർമ്മാണത്തിലൊക്കെ പങ്കാളികൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ളവർ വളരെ കുറവാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു സുരക്ഷിതമായ ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ മുതൽ ലാഭമില്ലെങ്കിലും മുതൽ മുടക്കെങ്കിലും തിരിച്ചു കിട്ടുന്ന ഒരു ബിസിനസ് അല്ല എന്ന് അവർക്ക് ഒരുപക്ഷെ തോന്നിയിരിക്കാം എന്നാണ് ചില നിർമ്മാതാക്കൾ പറയുന്നത്. പക്ഷെ ഈ കണക്കുകൾ ഇവർ പുറത്തു വിടുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ നിക്ഷേപം ഇറക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ നിർമ്മാതാക്കൾക്ക് അതിന്റെ അപകട സാധ്യതകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഇങ്ങനെ കണക്കുകൾ പുറത്തു വിടുന്നതിന്റെ ഉദ്ദേശം. അതാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. അപ്പൊ എന്തൊക്കെയായാലും നല്ല നല്ല സിനിമകൾ വരട്ടെ, നമുക്ക് നല്ല കാഴ്ചാനുഭവം തരട്ടെ. അപ്പൊ അതിൽ അങ്ങനെ വരുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാതാക്കൾക്ക് അതിന്റെ ഗുണങ്ങളും ഉണ്ടാവും. ഈ ചപ്പുചവറ് സിനിമകൾ വരുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങൾക്ക് ഒരു മടുപ്പും വിരസതയും ഉണ്ടാവുക. അപ്പൊ അവര് സിനിമ തിയേറ്ററിൽ നിന്ന് പയ്യെ മടങ്ങും. പിന്നെ മടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ നിർമ്മാതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല കാമ്പുള്ള കഥയും നല്ല രീതിയിൽ സംവിധാനവും ഉണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ കയറി കാണും. അല്ലാതെ ചെപ്പടി വിദ്യ കാണിച്ചതുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.